ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ 12 ആഴ്ചകൾ കഴിഞ്ഞ് 13ാമത്തെ ആഴ്ചയിലേക്ക് സീസൺ 8 തമിഴ് കടന്നിരിക്കുകയാണ്. അപ്പം ടോപ്പ് 10 കണ്ടസ്റ്റൻസുമായിട്ടാണ് 13ാമത്തെ ആഴ്ചയിലേക്ക് ടിക്കറ്റ് ടു ഫിനാലെ വരാൻ പോകുന്നു. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളൊക്കെ നാളെ തൊട്ട് ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ഇന്ന് ഈ ഒരാഴ്ച തുടങ്ങിയതിന്റെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് ഫ്രീ ആയിട്ട് വിട്ട് നമ്മുടെ പ്രൊവിഷൻ ടാസ്കും കാര്യങ്ങളും ഒക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ ഈ ഒരാഴ്ചയിലെ നോമിനേഷൻ, കാരണം 14ാമത്തെ ആഴ്ചയായിരിക്കും എല്ലാ കണ്ടസ്റ്റൻസും നോമിനേഷനിലേക്ക് വരുന്നത്. ഈ ഒരാഴ്ച നോമിനേഷനിൽ കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ 10 കണ്ടസ്റ്റൻസിൽ 8 കണ്ടസ്റ്റൻസും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. 2 പേര് മാത്രമാണ് നോമിനേഷനിൽ വരാതിരിക്കുന്നത്, മുത്തുകുമാരനും അതുപോലെ തന്നെ സൗന്ദര്യയും. ശരിക്കും ഈ ഒരു നോമിനേഷനിൽ ഇവർ രണ്ടും വരാതിരിക്കുന്നത് പലരെയും അഫക്ട് ചെയ്യും. നമുക്ക് നോക്കാം, ഈ ഒരു ആഴ്ചയിലെ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കി കഴിയുമ്പോൾ ഇവർ രണ്ടുപേരൊഴികെ ദീപക്, വിശാൽ, അരുൺ, റാണം, റയാൻ, അതുപോലെ തന്നെ നമ്മുടെ ജാക്കലിൻ, പവിത്ര, മഞ്ചരി, മൊത്തം 8 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഇവരിൽ നിന്ന് ഈ ആഴ്ച പുറത്തേക്ക് പോകാൻ സാധ്യതകൾ ആര് എന്ന് നോക്കി കഴിയുമ്പോൾ നമ്മുടെ മുത്തുകുമാർ അതുപോലെ തന്നെ സൗന്ദര്യ, ഇവരുടെ വോട്ടുകൾ പല രീതിയിൽ സ്പ്ലിറ്റ് ആയപ്പെട്ടേക്കാം. ആർക്കാണ് വോട്ട് പോകുന്നത്, ആരിലേക്ക് മറിയും എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കും പുറത്തേക്ക് പോകുന്നത് ആരെന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും 8 പേരും നോമിനേഷനിലുണ്ട്. അതിൽ നമുക്കൊരു പരിധിവരെ നമുക്കറിയാം ജാക്കലിൻ അതുപോലെ തന്നെ ദീപകൊക്കെ ഒരു പരിധിവരെ സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തേക്ക് ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ റാണവിന് കുറച്ച് വോട്ട് കുറഞ്ഞാലും റാണവും PR വർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വോട്ടിങ്ങിൽ ലീഡ് ചെയ്യുമെന്ന് തന്നെ കരുതാം. വിശാൽ അതുപോലെ തന്നെ അരുൺ കുഴപ്പമില്ലാതെ മുന്നിലേക്ക് വന്നെന്ന് കരുതാം. പവിത്രയ്ക്ക് ചിലപ്പോൾ വോട്ട് കുറഞ്ഞേക്കാം. അതുപോലെ തന്നെ റയാൻ വോട്ട് കുറഞ്ഞേക്കാം. മഞ്ചരിക്ക് വോട്ട് കുറഞ്ഞേക്കാം. പിന്നെ ഇതിൽ ആർക്കാണെന്നുള്ളത് നമുക്ക് ഈ വോട്ടിങ്ങിൽ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 24 hours അൺഒഫീഷ്യൽ വോട്ടുകൾ കഴിയുമ്പോൾ നമുക്കൊരു ശരിക്കുള്ള ഓഡിയൻസിന്റെ, തമിഴ് ഓഡിയൻസിന്റെ ട്രെൻഡ് നമുക്ക് മനസ്സിലാകും. എന്താണെന്നുണ്ടെങ്കിലും PR വർക്കേഴ്സ് ഒക്കെ നല്ല ശരിക്കും ആർമാന്തിക്കുന്ന ഒരു സീസൺ ആണ് ഈ ഒരു തമിഴ് സീസൺ 8 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PR വർക്കേഴ്സ് വളരെ മോശമായിട്ട് നല്ല കണ്ടസ്റ്റൻസിന് പകരം ഒന്നും ചെയ്യാൻ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസും ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നുണ്ട് PR വർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ. എന്തായാലും അത് അവരുടെ ഇഷ്ടത്തിനും അവരുടേതായ താല്പര്യങ്ങളിൽ നിൽക്കട്ടെ. കേപ്പബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോകുമ്പോൾ ഒന്നിനും കൊള്ളാത്ത കുറച്ച് കണ്ടസ്റ്റൻസ് ടോപ്പ് 10ലും ടോപ്പ് 5ലും ഫൈനലിസ്റ്റിലും വിന്നേഴ്സ് ഒക്കെ ആയിട്ട് വരാൻ പോവുകയാണ്. എന്തെങ്കിലും ആട്ടെ, നമുക്കതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട. അപ്പം ഈ 8 പേരാണ് ഈ ഒരു 13ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുത്തുവും സൗന്ദര്യം നോമിനേഷനിൽ ഇല്ല. അവരുടെ വോട്ട് ആർക്കും അറിയും എന്നതിനെ അടിസ്ഥാനമാക്കി ആയിരിക്കും ഈ ഒരാഴ്ച പുറത്തേക്ക് ആര് എന്നതിനെ കുറിച്ച് ഒരു ഡിസിഷൻ വരിക. വിശാലിനൊക്കെ ചാൻസ് ഉണ്ട്, കുറച്ച് വെറുപ്പും കാര്യങ്ങളും പ്രേക്ഷകർക്കിടയിൽ ഉണ്ടല്ലോ. പിന്നെ ഈ ഒരാഴ്ചത്തെ പെർഫോമൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മുന്നിലേക്ക് വന്നേക്കാം. എന്തായാലും റയാൻ, മഞ്ചരി അതുപോലെ തന്നെ പവിത്ര എന്നിവർ ആയിരിക്കണം ഹോട്ട് സീറ്റിലേക്ക് വരുന്ന ഈ ഒരാഴ്ച. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഒരു 1 ഡേക്ക് അപ്പുറം അൺഒഫീഷ്യൽ വോട്ടുകളൊക്കെ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എങ്ങനെയുണ്ട് നമ്മുടെ ഓഡിയൻസിന്റെ ഒരു ട്രെൻഡ് എന്നതൊക്കെ. അപ്പം ഈ ഒരു ആഴ്ചത്തെ TTF അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.